വാർത്ത നോക്കാം. കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണം ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താതെ എന്ന ആരോപണം ശക്തമാവുകയാണ്. നിർമ്മാണ പ്രവർത്തനം മൂലം പാലാരിവട്ടം കാക്കനാട് മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കാക്കര എംഎൽഎ ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ജനകീയ സമരസമിതി. നഗരഹൃദയത്തിലൂടെ കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടം തൃപ്പൂണിത്തുറ വരെ എത്തിക്കുമ്പോഴൊന്നും ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കലൂർ മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള 11 കിലോമീറ്റർ ദൂരം വരുന്ന രണ്ടാം ഘട്ട നിർമ്മാണം വലിയ വെല്ലുവിളിയാണ് KMRL ഉയർത്തുന്നത്. യാതൊരുവിധ കൂടിയാലോചനകളുമില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതെന്നും ഈ നിലയിൽ പോയാൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലെന്നും സ്ഥലം MLA ഉമാ തോമസ് പറഞ്ഞു. മെട്രോയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മെട്രോ MD നമ്മളെ എല്ലാവരെയും ജനപ്രതിനിധികളെയും അതുപോലെ അവിടെയുള്ള കൗൺസിലേഴ്സ് ഉൾപ്പെടെ അതേപോലെ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളെയൊക്കെ വിളിച്ച് പ്രിപ്പറേറ്ററി വർക്കുകൾ ചെയ്തതിന് ശേഷം മാത്രമേ രണ്ടാം ഘട്ട പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിന് വിരുദ്ധമായിട്ട് മെട്രോ വർക്ക് തുടങ്ങുകയാണ് ചെയ്തത്. പലയിടങ്ങളിലും നടുവിലൂടെ ബാരിക്കേഡുകൾ വെച്ച് പോകുമ്പോൾ 2 വീലർ യു ടേൺ എടുത്ത് പോകുന്നത് പോലെ കാൽനടക്കാർ പോലും യു ടേൺ എടുത്ത് വരേണ്ട അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഫണ്ടിന്റെ അപര്യാപ്തതയാണ് KMRL നേരിടുന്ന വെല്ലുവിളിയെന്ന് MD ലോക്നാഥ് ബെഹ്റ പ്രതികരിച്ചു. DPR തയ്യാറാക്കിയപ്പോൾ പോലും മുന്നൊരുക്ക പ്രവർത്തികൾക്കുള്ള ഫണ്ടിന്റെ കാര്യം പരാമർശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. ബാക്കി പ്രിപ്പറേറ്ററി വർക്ക് നമ്മുടെ വയഡക്ട് ലൈനില് ആ റോഡില് നമ്മുടെ പ്രിപ്പറേറ്ററി വർക്ക് ഇപ്പൊ തീരാൻ പോകുന്നുണ്ട്. അതിൽ റോഡ് വീതി കൂട്ടി. പക്ഷേ ആൾക്കാരുടെ ആക്ച്വലി ഒരു ഡിമാൻഡാണ് ഈ മെയിൻ റോഡ് കണക്ട് ചെയ്തിട്ടുള്ള ചെറിയ ഇടവഴികളിലെ ചെറിയ വഴികളൊക്കെ ഒന്ന് വളരെ വീതി കൂട്ടണം. അപ്പോൾ ഞങ്ങൾ പരമാവധി ശ്രമിക്കാം ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ എത്ര പെട്ടെന്ന് ഒരു അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയുള്ള പ്രദേശങ്ങളിലെ ഗതാഗത കുരുക്കിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട ഇന്ന് തൃക്കാക്കര MLA ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. വൈകിട്ട് കാക്കനാട് പാലച്ചുവട് മുതൽ പ്രതിഷേധ റാലി നടത്താനാണ് തീരുമാനം. News 18 കൊച്ചി.